വെൽക്കം ബാക്ക് ടു എഡ്യൂവാലെ 2.0. പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസ് എക്സാം അടുക്കാണ്. ഇന്ന് 11th ആയി, നമുക്ക് 14th എക്സാം. ഇനി നിങ്ങൾ ചാപ്റ്റർ വൈസും പിടിച്ചിരിക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻസും പാഠങ്ങളും മിസ് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് വഴി പറഞ്ഞിരുന്നു. മാർക്കറ്റിങ്ങും ഡയറക്റ്റിങ്ങും ആണ് ആദ്യം പഠിക്കേണ്ടത്. പിന്നീട് നിങ്ങൾ സ്റ്റാഫിംഗ് പഠിക്കുക, സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുക, അങ്ങനെ ഓർഡർ എല്ലാം മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്യുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ ഒരു 12 ചോദ്യം പഠിക്കാതെ നിങ്ങൾ ഒരിക്കലും പോകരുത്. ആ 12 ചോദ്യങ്ങൾ അതേപോലെ essay ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു 10 essay ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ മിസ് പറഞ്ഞിരുന്നു. ഇതൊക്കെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് കേട്ടാലും നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ബിസിനസ് സ്റ്റഡീസിൻ്റെ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഷുവർ ആണ് നമുക്ക് മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യും പഠിക്കാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ ആണ് നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുക. ഇനിയുള്ള 2 ദിവസം നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുക. 5 മാർക്ക് 8 മാർക്ക് 5 മാർക്ക് പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ? 5 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മോഡൽ എക്സാമിന് വന്നിരുന്നത്. അപ്പൊ 25 മാർക്കുകളാണ് നിങ്ങൾക്ക് ആ സെക്ഷനിൽ നിന്ന് വരിക. 8 മാർക്കിന്റെ 2 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 16 മാർക്ക്. അതിനേക്കാൾ കൂടുതലാണ് 5 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ പോർഷൻ. അതേപോലെ 2 മാർക്ക് ആണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എങ്ങനെയുണ്ടാവും. ആ 10 എണ്ണം 2 മാർക്കിനും അത്യാവശ്യം വാല്യൂ ആണ്. അപ്പൊ 5 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മിസ് ഇതിലൊരു 25 ക്വസ്റ്റ്യൻസ് ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 25 ചോദ്യങ്ങൾ മിസ് ഇട്ടിട്ടുണ്ട്. ആ 25 ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ 8 മാർക്കിലേക്ക് പഠിച്ചിട്ടുണ്ടാവാം, 2 മാർക്കിലേക്ക് പഠിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 25 ചോദ്യങ്ങൾ നിങ്ങൾ 5 മാർക്കിലേക്ക് പഠിക്കാം. ഇത് 5 മാർക്കിലേക്കിട്ട ക്വാണ്ടിറ്റി വെച്ചിട്ട് മിസ് പറഞ്ഞു തന്നത് ഓരോ ചാപ്റ്റർ വൈസ് ആണ് എഴുതിയിരിക്കുന്നത്. ഓരോ പാഠം എന്താണെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തേതായിട്ട് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഒരെണ്ണം 5 മാർക്കിന് ചോദിക്കില്ല. നമ്മളോട് ചോദിക്കാം വാട്ട് ആർ ദ ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, ക്യാൻ യു എക്സ്പ്ലെയിൻ എനി 2 ഫീച്ചേഴ്സ് ഓഫ് ദം ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദം. മെമ്പേഴ്സ് പഠിക്കണം. ആരൊക്കെയാണ് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ ആണ് ലെവൽസ്. ടോപ്പ് ലെവലിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, CEO, പ്രസിഡന്റ് ഒക്കെയാണ് വരിക. അവരുടെ മെയിൻ 2 ജോലികൾ എഴുതുന്നത്. എന്താ 2 ജോലി? ഫോർമുലേറ്റിംഗ് പോളിസി ആൻഡ് പ്രൊസീജിയർ. പോളിസി ഫോർമുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യുക, റൂൾസ് ലേ ഡൗൺ ചെയ്യുക. ഇതൊക്കെയാണ് ടോപ്പ് ലെവൽ മാനേജേഴ്സിന്റെ മെയിൻ ഫങ്ഷൻസ്. ഒപ്പം തന്നെ അതിൽ നിന്ന് വരുന്ന ആരൊക്കെയാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, CEO, അവരൊക്കെയാണ് വരിക. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ. കോർഡിനേഷൻ നമുക്ക് ഇതുപോലെ ചോദിക്കാം. എന്താണ് കോർഡിനേഷൻ എന്ന് എഴുതണം. അതേപോലെ 5 മാർക്കിന് അതിൻ്റെ ഇമ്പോർട്ടൻസ്. കോർഡിനേഷൻ എന്താണ്? ഇന്റഗ്രേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ പല യൂണിറ്റുകളിലെ ആക്ടിവിറ്റീസ് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനാണ് കോർഡിനേഷൻ എന്ന് പറയാം. അതിന് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ എന്താ? ഇത് തന്നെയാണ് ഇമ്പോർട്ടൻസ്. ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു, എല്ലാ ലെവലിലും വേണ്ട ഫംഗ്ഷനാണ്, അതൊക്കെയാണ് കൊടുക്കേണ്ടത്. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ, കീ ടു അതർ ഫംഗ്ഷൻ, എഫിഷ്യൻസി ഉണ്ട്, ഹ്യൂമൻ റിലേഷൻ ഇമ്പോർട്ട് ചെയ്യുന്നു, പിന്നെ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നു, ഗോൾസ് റീകൺസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതണം ഇമ്പോർട്ടൻസ്. ദെൻ പിന്നീട് നമ്മളോട് 5 മാർക്കിന് ചോദിക്കാം മാസ്ലോസ് നീഡ് ഹൈറാർക്കിയാണ്. മാസ്ലോസ് നീഡ് ഹൈറാർക്കി മോട്ടിവേഷൻ സെക്ഷനിലാണ് വരുന്നത്. വേവേം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാത്തതെല്ലാം മോട്ടിവേഷൻ സെക്ഷനിൽ വരുന്ന മാസ്ലോസ് നീഡിൽ നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പിരമിഡ് എന്തായാലും എഴുതിയിരിക്കണം. അതായത് നമ്മളിങ്ങനെ വരച്ച് 5 തരം മാസ്ലോസ് നീഡ് ഉണ്ട്. അതിൽ താഴെ നിന്ന് മേലേക്ക് വേണം നമ്മൾ മാസ്ലോസ് നീഡ് പോകാനായിട്ട്. അതായത് ഫിസിയോളജിക്കൽ നീഡ്, എസ്റ്റീം നീഡ്, സോഷ്യൽ. ആ ഓർഡർ തെറ്റിക്കരുത് കേട്ടോ. ഓർഡർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഡർ തെറ്റിയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല, അവിടെ നീഡ് വരില്ല. ഇവിടെ ബേസിക് നീഡുകളാണ്. ബേസിക് ഫിസിയോളജിക്കൽ നീഡ്, പിന്നെ സേഫ്റ്റി സെക്യൂരിറ്റി നീഡ്, ദെൻ സോഷ്യൽ നീഡ്, എസ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. 5 തരം നീഡുകളാണ് മേലോട്ട് പോകേണ്ടത് കേട്ടോ. 5 തരം നീഡുകൾ. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം അതിൻ്റെ ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് മാക്സിമം നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ കൂടുതലും ക്രെഡിറ്റർഷിപ്പ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഓണേഴ്സ് ഫണ്ട് യൂസ് ചെയ്യണോ, അതുപോലെ ഇക്വിറ്റി യൂസ് ചെയ്യണോ. ഓണർ ഡെപ്റ്റ് ബൈ ഇക്വിറ്റി എന്ന് എഴുതിയാലും ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ മാർക്ക് കിട്ടും കേട്ടോ. അതിന്റെ ഫാക്ടേഴ്സ് ഏതെങ്കിലും ഒരു 5 എണ്ണം: ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, ഫ്ലോട്ടേഷൻ കോസ്റ്റ്, കോസ്റ്റ് ഓഫ് ഏർണിംഗ്, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഉണ്ട്, ദെൻ ഫ്ലെക്സിബിലിറ്റി, കൺട്രോള്, കോസ്റ്റ്, ഡെപ്റ്റ്, ടാക്സ് റേറ്റുകൾ. ഏതെങ്കിലും ഒരു 5 ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയണം കേട്ടോ.
ദെൻ ഗുഡ് ബ്രാൻഡ് നെയിമിൻ്റെ ഫീച്ചേഴ്സ്. എന്താണ് ബ്രാൻഡ് നെയിം? അതൊക്കെ 5 മാർക്ക് എന്ന് പറയുമ്പോൾ 5 പോയിന്റ് ഉണ്ടായിരിക്കണം. നമ്മൾ 5 പോയിന്റ് വിത്ത് എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ 2 സെൻറ്റൻസ് എങ്കിലും നമ്മളവിടെ എഴുതാം കേട്ടോ. 2 സെൻറ്റൻസ് എങ്കിലും. 5 പോയിന്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിരിക്കണം, അഡാപ്റ്റബിൾ ആയിരിക്കണം, പ്രിസൈസ് ഉണ്ടായിരിക്കണം, പിന്നെ ലീഗൽ പ്രൊട്ടക്ഷൻ തരുന്നതായിരിക്കണം. ഇതൊക്കെ ബ്രാൻഡ് നെയിമിൻ്റെ ഫീച്ചേഴ്സ് ആണ്. നമുക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ നൽകണം, അതൊക്കെയാണ് ബ്രാൻഡ് നെയിം. ദെൻ വാട്ട് യു മീൻ ബൈ ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഫാക്ടേഴ്സ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2 8 മാർക്കിലേക്ക് പോവാം കേട്ടോ. എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ? അതിൻ്റെ ഫാക്ടേഴ്സ്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? അതിൻ്റെ ഫാക്ടേഴ്സ്. എന്താ ഫിക്സഡ് ക്യാപിറ്റൽ? ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് യൂസ് ചെയ്യാൻ വേണ്ടി, മിഷനറി, ഫർണിച്ചർ, ബിൽഡിംഗ് ഒക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്യാഷിനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ. ലോങ് ടേം അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാഷാണ് നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റൽ. അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നേച്ചർ ഓഫ് ബിസിനസിൻ്റെ വലിപ്പം അനുസരിച്ച്, അതായത് മാനുഫാക്ചറിങ് ആണോ സെയിലിംഗ് ആണോ. രണ്ടാമത്തെ ഫാക്ടർ എന്താണ്? സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ ആണോ സ്മോൾ സ്കെയിൽ ഓപ്പറേഷൻ ആണോ? ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ ആണെങ്കിൽ ഒരുപാട് കാശ് വേണം. മൂന്നാമത്തേത് എന്താണ്? നമുക്ക് സ്മോൾ സ്കെയിൽ പറഞ്ഞു, നേച്ചർ ഓഫ് ബിസിനസ് പറഞ്ഞു. ദെൻ നമ്മുടെ ഫണ്ടിനനുസരിച്ച്, കോസ്റ്റ് ഓഫ് ഫണ്ടിനനുസരിച്ചിട്ട് എമൗണ്ട് മാറും. ദെൻ നമ്മുടെ ഏർണിംഗ് പെർ ഷെയർ, നമുക്ക് എത്രത്തോളം ഏർണിംഗ് കിട്ടുന്നുണ്ട് അതിനനുസരിച്ച് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമ്മളെ ഫിക്സഡ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരും. ദെൻ പിന്നീട് എന്താണ്? നമുക്ക് ചോയ്സ് ഓഫ് ടെക്നിക്ക്. ലേബർ ടെക്നിക്ക് ആണോ ക്യാപിറ്റൽ ടെക്നിക്ക് ആണോ? ലേബർ ടെക്നിക്ക് ആണെങ്കിൽ അധികം ഫിക്സഡ് ക്യാപിറ്റലും മിഷനറിയും വേണ്ട. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെങ്കിൽ നല്ല ഫിക്സഡ് ക്യാപിറ്റലും വേണം, ഒരുപാട് മെഷീൻസും വേണം. ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ള കമ്പനിയാണോ? ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു പ്രൊഡക്റ്റിൽ നിന്ന് പലതരം പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. ഇപ്പോൾ പാലിൽ നിന്ന് തൈര് അതൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുവെച്ചെങ്കിൽ അവർക്ക് കൂടുതൽ ഫിക്സഡ് ക്യാപിറ്റൽ വേണം, കാരണം അതിനുള്ള മെഷീനറി വേണ്ടേ. ഒരു പ്രൊഡക്റ്റ് ലൈന് മാത്രം, അല്ലെങ്കിൽ പാല് മാത്രം വിൽക്കുന്ന കമ്പനിയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മതി, ഒരൊറ്റ മെഷീൻ മതി, അത് അങ്ങനെ പോയിക്കോളും. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? ഡേ ടു ഡേ വർക്കിന് വേണ്ട എമൗണ്ടിനാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അവിടെ നമ്മൾ കൂടുതലായിട്ട് പറയാം കറണ്ട് അസറ്റ് വാങ്ങാനുള്ള ക്യാപിറ്റലാണ് കറണ്ട് അസറ്റ്. അതായത് ക്യാഷ് ഇൻ ഹാൻഡ്, ബിൽസ് റിസീവബിൾ, ഫിനിഷ്ഡ് ഗുഡ്സ്, ഡെപ്റ്റേഴ്സ്, വർക്കിംഗ് പ്രോഗ്രസ്, ബിൽസ് റിസീവബിൾ ഒക്കെ അല്ലേ, അതൊക്കെയാണ് നമ്മുടെ കറണ്ട് അസറ്റ്. ആ കറണ്ട് അസറ്റ് വാങ്ങാനുള്ള ക്യാഷിനാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ആ വർക്കിംഗ് ക്യാപിറ്റൽ വാങ്ങാൻ നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിൽ പറഞ്ഞ കുറച്ച് ഫാക്ടേഴ്സ് ഇവിടേക്ക് എടുക്കാം. നേച്ചർ ഓഫ് ബിസിനസ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ദെൻ ബിസിനസ് സൈക്കിൾ, പ്രൊഡക്ഷൻ സൈക്കിൾ, സീസൺ ഫാക്ടേഴ്സ്, ദെൻ ഗ്രോത്ത് അനുസരിച്ചിട്ട്, ഇൻഫ്ലേഷൻ ഉണ്ട്, ക്രെഡിറ്റ് എത്ര കിട്ടി, ക്രെഡിറ്റ് എത്ര കൊടുത്തു. ഇപ്പോൾ 2 ഫാക്ടർ, ക്രെഡിറ്റ് അലൗഡ്, ക്രെഡിറ്റ് അവൈൽ. ക്രെഡിറ്റ് അവൈൽ എന്ന് വെച്ചാൽ നമുക്ക് എത്ര കിട്ടി, ക്രെഡിറ്റ് അലൗഡ് നമ്മൾ എത്രത്തോളം കടം കൊടുത്തു. ഇതൊക്കെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യാം. 5 എണ്ണം കേട്ടോ. ദെൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ നമ്മൾ ഡിഫറൻസ് പഠിക്കാം. അത് ഇൻഫോർമൽ ഓർഗനൈസേഷനും അതുപോലെ കമ്മ്യൂണിക്കേഷനും, ഒന്ന് ഒഫീഷ്യലാണ്, മറ്റേത് ഇൻഫോർമൽ ആണ്. അതൊരു 5 പോയിന്റ് പഠിക്കാം. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ, നമുക്ക് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളുണ്ട്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളുണ്ട്. ഇൻഫോർമലും ഫോർമലും സെപ്പറേറ്റ് ചോദിക്കാം, ഒരുമിച്ച് ചോദിക്കാം. അപ്പോൾ ഫോർമലിൽ വീൽ എഴുതാം, സർക്കിൾ എഴുതാം, ഏതെങ്കിലും ഒരു 4 തന്നെ. ഇൻഫോർമലിലും ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം, ഗോസിപ്പ് എഴുതാം, അതുപോലെ സിംഗിൾ സ്റ്റാൻഡ്, അങ്ങനെ കുറേ നെയിമുകളുണ്ട്. 2-3 എണ്ണം വരയ്ക്കാൻ പഠിക്കണേ. എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ദെൻ പിന്നീട് എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ, ദെൻ സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ്. 4 തരം എലമെന്റ്സ് ആണുള്ളത്. അതൊരു 4 സെന്റൻസ് എങ്കിലും എഴുതാം. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിങ് എന്താണെന്ന് എഴുതണം, എന്നിട്ട് 4 ലിമിറ്റേഷൻസ് എഴുതാം. ലിമിറ്റേഷൻസ് 4 എണ്ണമാണ് നമുക്കുള്ളത്. അത് ഏതൊക്കെയാണ്? സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കോസ്റ്റ്ലി ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. പിന്നീട് നമുക്ക് എംപ്ലോയീസിൽ നിന്ന് എതിരഭിപ്രായം വരാം, അതാണ് റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. 4ാമത്തെ പോയിന്റ് എന്താണ്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. 4 പോയിന്റ്. ദെൻ ഡിസിഷൻസ് ഓഫ് ഫൈനാൻസ് മാനേജർ, 9th ചാപ്റ്റർ ആണ്. 3 ഡിസിഷൻസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. ഇൻവെസ്റ്റിംഗ് ഡിസിഷൻസ്, ഡിവിഡൻഡ് ഡിസിഷൻസ്, ഫൈനാൻസ് ഡിസിഷൻ. ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ എന്ന് വെച്ചാൽ എത്രത്തോളം ലോങ് ടേം ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അത്. ഫൈനാൻസിംഗ് ഡിസിഷൻ എന്ന് വെച്ചാൽ ലോങ് ടേം നമ്മുടെ ഓൺഡ് ഫണ്ട് വേണോ ബോറോഡ് ഫണ്ട് വേണോ, ആ തീരുമാനമാണ് ഫൈനാൻസ് ഡിസിഷൻസ്. പിന്നെ 3ാമത്തെ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിവിഡൻഡ് ഡിസിഷൻ, എത്രത്തോളം ഡിവിഡൻഡ് അവർക്ക് കൊടുക്കണം, അതാണ് ഡിവിഡൻഡ് ഡിസിഷൻ. ദെൻ മാർക്കറ്റിങ്ങും സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് 5 പോയിന്റ് എഴുതണം. മാർക്കറ്റിംഗ് എന്താണ്? ബ്രോഡ് കൺസെപ്റ്റ് ആണ്. സെല്ലിങ് നാരോ കൺസെപ്റ്റ് ആണ്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തതിന് മുന്നേ തന്നെ മാർക്കറ്റിംഗ് സ്റ്റാർട്ടായി. സെല്ലിങ് ആഫ്റ്റർ ദ പ്രൊഡക്ഷൻ മാത്രമാണ് സ്റ്റാർട്ട് ആവുള്ളൂ. മാർക്കറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. സെല്ലിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? സെയിൽസ് ഇൻക്രീസ് ചെയ്യുക, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ പിന്നീട് എന്താണ്? സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ്, അതിന്റെ ഡെഫിനിഷൻ ചെയ്താൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം 1 person to another, അതാണ് സെല്ലിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാം പെട്ടു അതിൽ. എന്താ പറയുക, മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ, പ്രൊഡക്റ്റും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും പിന്നെ എല്ലാം പെട്ടു.
അങ്ങനെ ഒരു 5 ഡിഫറൻസ് പഠിക്കുക. ദെൻ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് നമുക്ക് പാക്കേജിങ്, ലാബലിംഗ്, പ്രൊഡക്റ്റ് ഡിസൈനിങ്, പ്രൈസിങ്, ട്രാൻസ്പോർട്ടിംഗ്, വെയർ ഹൗസിംഗ്, ഇതൊക്കെ എളുപ്പമുള്ളതാണ് കേട്ടോ. ഓർഡർ വൈസ് അല്ല പറഞ്ഞത്, എളുപ്പമുള്ള ഒരു 5 പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കാം. സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്? നമുക്ക് എന്താ പറയുക, ഡിസ്കൗണ്ട് കൊടുക്കാം അല്ലെ, ഡിസ്കൗണ്ട് കൊടുക്കാം, റിബേറ്റ് കൊടുക്കാം, ഫ്രീ ഗിഫ്റ്റുകൾ കൊടുക്കാം, സാമ്പിൾസ് കൊടുക്കാം, ദെൻ കൂപ്പൺ റേറ്റുകൾ കൊടുക്കാം. നമുക്ക് ആക്ടിവിറ്റീസ് അതർ ദാൻ പബ്ലിസിറ്റി, അഡ്വർടൈസ്മെന്റിനൊക്കെയാണ് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എന്ന് പറയുക. ഒരു 5 എണ്ണം എങ്ങനെയും പഠിക്കുക കേട്ടോ. ദെൻ പിന്നീട് പഠിക്കേണ്ടത് മാർക്കറ്റിംഗ് മിക്സിലെ തന്നെ മാർക്കറ്റിംഗ് മാനേജ്മെന്റിലെ പ്രൈസിങ്ങിന്റെ ഫാക്ടേഴ്സ്. 5 ഫാക്ടേഴ്സ് പഠിക്കണം കേട്ടോ. ഇതൊക്കെ 3 മാർക്കിൽക്കും പോവാറുണ്ട്. പക്ഷെ 5 പോയിന്റ് എന്തൊക്കെയാണ്? കോസ്റ്റ് അല്ലെ, പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് അനുസരിച്ച് മാറും, ഡിമാൻഡ് അനുസരിച്ച് പ്രൈസ് മാറും, ഗവൺമെന്റിന്റെ റെഗുലേഷൻസ് അനുസരിച്ച് പ്രൈസ് മാറും, നമ്മുടെ പ്രൈസിങ് ഒബ്ജക്റ്റീവ് അനുസരിച്ച്. നമുക്ക് ക്വാളിറ്റി ഗുഡ്സ് ആണെങ്കിൽ നല്ല പ്രൈസ് ഇടും, ക്വാളിറ്റി കുറവാണെങ്കിൽ പ്രൈസ് കുറവിടും. അങ്ങനെ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച് മാറും. മാർക്കറ്റിംഗിലെ മെത്തേഡ്സ് എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് പ്രൈസ് മാറും. ദെൻ റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ അണ്ടർ CPA. CPA എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. അത് പ്രകാരമുള്ള 5 റൈറ്റുകൾ, ഏതെങ്കിലും 5 മാർക്കിന് ചോദിച്ചാലേ 5 റൈറ്റുകൾ നിങ്ങൾ എഴുതണം. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ഹേർഡ്, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ചൂസ് ചെയ്യാനുള്ളത്. ദെൻ ഒരു 6 എണ്ണം ഉണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ. ദെൻ റൈറ്റ് ടു ബി ഹേർഡ്, സീക്ക് റിഡ്രസൽ, അതിനെല്ലാം നമുക്ക് റൈറ്റുകൾ ഉണ്ട് അല്ലെ. സേഫ്റ്റിക്ക്, ഇൻഫോം, ചൂസ് ചെയ്യാൻ, ഹേർഡ്, കേസ് കൊടുക്കാൻ, റിട്രസൽ, നഷ്ടപരിഹാരം കിട്ടാൻ, കൺസ്യൂമർ എഡ്യൂക്കേഷൻ കിട്ടാനുള്ള അധികാരമുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യണം. അഡ്വർടൈസ്മെന്റ് കോൺസ് ആൻഡ് പ്രോൺസ് ചോദിക്കും ചിലപ്പോൾ. എഗെയിൻസ്റ്റ് പോർജിൻ, ഒബ്ജക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഏതെങ്കിലും ഒബ്ജക്ഷൻസ്, മെറിറ്റുകളല്ല. ഒബ്ജക്ഷൻസ് ചോദിച്ചാൽ അതിന്റെ നെഗറ്റീവ്സ് ആണ്. എന്താണ്? അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ കോസ്റ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ വാല്യൂസ് നമുക്ക് അണ്ടർമൈൻ ചെയ്യുന്നു, കൺഫ്യൂസ് ചെയ്യുന്നു ബയേഴ്സിന് വാങ്ങണോ വേണ്ടയോ എന്ന്. പിന്നെ ലക്ഷറി പ്രോഡക്ട്സുകൾ വാങ്ങാനായിട്ട് എൻകറേജ് ചെയ്യുന്നു. ദെൻ കുറച്ച് അഡ്വർടൈസ്മെന്റ് എല്ലാം ബാഡ് ടേസ്റ്റ് ഉള്ളതാണ്. അങ്ങനെ ഒരു 5 പോയിന്റ് അഡ്വർടൈസ്മെന്റിനെ കുറിച്ചിട്ട് എഴുതാം. എക്സ്പ്ലനേഷൻ ഓഫ് 3 റിട്രസൽ ഏജൻസീസ് അണ്ടർ CPA. ഏതാണ്? സ്റ്റേറ്റ് കമ്മീഷൻ, നാഷണൽ ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ. 3ലും ഓരോ മെമ്പേഴ്സ് വേണം. 3ലും ക്യാഷുകൾ ഉണ്ട്, എത്ര കാശ് വരെയുള്ള കേസുകൾ കൊടുക്കാം, ഫയൽ ചെയ്യാന്നുള്ളതുണ്ട്. അതൊക്കെ കൂടിയിട്ട് പഠിക്കണം. സ്റ്റെപ്സ് ഇൻ ഓർഗനൈസിങ്ങിന്റെ 4 സ്റ്റെപ്പാണ് നമുക്ക് അവിടെ ഉള്ളത്. ഐഡന്റിഫൈങ് ദ വർക്ക്, ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. 4 സ്റ്റെപ്പുകളാണ് ഓർഗനൈസിങ്ങിൽ. ബാക്കിയുള്ളതിലൊക്കെ 7 എണ്ണം 8 എണ്ണം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർഗനൈസിങ്ങിന്റെ സ്റ്റെപ്പ് നമുക്ക് ചിലപ്പോൾ 5 മാർക്കിലേക്ക് ആവും പോവുക. അപ്പൊ അതുകൊണ്ട് ആ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. ഐഡന്റിഫൈ ദ വർക്ക് ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്, ഡിപ്പാർട്ട്മെന്റലൈസ് ചെയ്യുക, ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുക, എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് എന്നിട്ട് 4 എണ്ണം പഠിക്കാം. ട്രെയിനിങ് മെത്തേഡ്സ് 5 മാർക്കിന് ചോദിച്ചാൽ 2 സെക്ഷൻ, ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ദ ജോബ് ട്രെയിനിങ് ഉണ്ട്. ഇതിലൊരു 3 എണ്ണം എഴുതാം, ഇതിലൊരു 3 എണ്ണം എഴുതാം. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമുക്ക് അറ്റ് വർക്കിലാണല്ലോ, വർക്കിൻ്റെ ഉള്ളിൽ നമ്മൾ കിടന്നിട്ട് പണിയെടുക്കാം അല്ലെ, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പഠിക്കാം. അതിനെയാണ് നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയാം. ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പഠിച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് ജോലിക്ക് കയറാം അല്ലെ. അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ നമുക്ക് അപ്രന്റീസ്ഷിപ്പ് ഉണ്ട്, കോച്ചിങ് ഉണ്ട്, ഇന്റേൺഷിപ്പ് ഉണ്ട്, ജോബ് റൊട്ടേഷൻ ഉണ്ട്. ഓഫ് ദ ജോബ് ട്രെയിനിൽ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, കേസ് സ്റ്റഡി, കോൺഫറൻസ് ക്ലാസ്സസ്, പ്രോഗ്രാമഡ്, പിന്നെ എന്തോ ഒരു കമ്പ്യൂട്ടർ മോഡലിംഗ് ഒക്കെ വരുന്നത് ഓഫ്ലൈനിലാണ്, ഓഫ് ദ ജോബ് ട്രെയിൻ. ദെൻ ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ ദാറ്റ് ആസ് കണ്ടക്ടർ സെലക്ഷൻ ടൈം, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻ്റലിജൻറ്റ് ടെസ്റ്റ്, ദെൻ IQ ലെവൽ അറിയാൻ പേഴ്സണൽ ഇൻ്റർവ്യൂകൾ നടത്തുന്നതിന് മുമ്പുള്ള ടെസ്റ്റുകളാണിത്. അപ്പോൾ 4-5 ടെസ്റ്റുകളുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട്, ദെൻ സെലക്ഷൻ ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു 4-5 ടെസ്റ്റുകൾ പഠിക്കാം കേട്ടോ. ദെൻ പ്രൊമോഷണൽ മിക്സുകൾ. പ്രൊമോഷണൽ മിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പ്രൊമോഷണൽ 4 തരം പ്രൊമോഷൻ മിക്സിനെ കുറിച്ചിട്ട് നമ്മളവിടെ എഴുതേണ്ടത്. പ്രൊമോഷൻ മിക്സ് എന്ന് പറയുമ്പോൾ 4 തരം മിക്സുകളുണ്ട്. പബ്ലിസിറ്റി, ദെൻ അഡ്വർടൈസ്മെൻറ്റ്, ദെൻ പേഴ്സണൽ സെല്ലിങ്, അങ്ങനെ തുടങ്ങിയ 4 തരം പ്രൊമോഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 4 ടെക്നിക്സ്. അതിനെയാണ് നമ്മൾ പ്രൊമോഷണൽ മിക്സ് എന്ന് പറയുന്നത്. ടെക്നിക്സ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ പ്രൊമോഷൻ ദ പ്രൊഡക്റ്റ്, അഡ്വർടൈസ്മെൻറ്റ്, പേഴ്സണൽ സെല്ലിങ്, പബ്ലിസിറ്റി, ദെൻ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്. 4 എണ്ണം കൂടിയിട്ടുള്ളതാണ് അവിടെ എഴുതുന്നത്. 4ഉം എഴുതണം കേട്ടോ. ദെൻ സയൻറ്റിഫിക് ടെക്നിക്സുകൾ, ഇത് 2nd ചാപ്റ്റർ ആണ്. സയൻറ്റിഫിക് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ മോഷൻ സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി, ടൈം സ്റ്റഡി, അത് പഠിച്ചിരിക്കണം. ദെൻ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, ഒരു 6 എണ്ണം ഉണ്ട്. അതിൽ 5 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ മാച്ച് ദ ഫോളോയിങ് വരാറുണ്ട് 5 മാർക്കിന് വിത്ത് റിഗാർഡ്സ് ടു എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബിസിനസ് എൻവയോൺമെൻറ്റുകൾ,
നമുക്ക് എങ്ങനെ ചോദിച്ചാൽ എക്കണോമിക് എൻവയോൺമെൻറ്റ് ഉണ്ട്. എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്കണോമിക് ഫാക്ടേഴ്സ് ലൈക്ക് ഇൻഫ്ലേഷൻ ഉണ്ട്, ഡിമാൻഡ്, സപ്ലൈ, ദെൻ മണി എക്സ്ചേഞ്ച് റേറ്റുകൾ, അങ്ങനെ തുടങ്ങിയ എക്കണോമിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമാണ്, ഗവൺമെൻറ്റിൻ്റെ എലക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, എലക്ഷൻ പോലുള്ള സംഭവങ്ങളായിരിക്കും. ദെൻ ടെക്നോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്നിക്കലി മെഷീൻസ് എല്ലാം കണ്ടുപിടിച്ചില്ലേ, അത് വരുന്നുള്ള ചേഞ്ചസ്, ഇപ്പോൾ ATM ആവാം, വെൻഡിങ് മെഷീൻസ് ആവാം, ഇങ്ങനെ തുടങ്ങിയുള്ളതൊക്കെ എന്താണ്, ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, ദെൻ ഓൺലൈൻ പേയ്മെൻറ്റ്, ഗൂഗിൾ പേ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങളാണ്. ദെൻ സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ കൺസ്യൂമറിൻ്റെ ടേസ്റ്റും പ്രിഫറൻസും മാറുന്ന കാരണങ്ങൾ, അതുപോലെ കസ്റ്റമർ വാല്യൂവിൽ ചേഞ്ച് വരിക, ദെൻ സൊസൈറ്റിയിലെ പ്രോബ്ലംസുകൾ ചേഞ്ച്, അതൊക്കെയാണ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ എക്കണോമിക്കലി, പൊളിറ്റിക്കലി, ടെക്നോളജി ആൻഡ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. പിന്നീട് നമുക്ക് പറയുന്നത് ലീഗൽ എൻവയോൺമെൻറ്റ് ആണ്. ലീഗൽ എന്ന് പറയുമ്പോൾ ലോയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഒക്കെയാണ് ഇത് തരാറ്. 5 മാർക്കിന് ഇതിനും പോകാറുണ്ട് കേട്ടോ. അപ്പോൾ മിസ് ഇതിൽ പറഞ്ഞത് ഷുവർ 100% ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലൊരു 5 എണ്ണം ആയിരിക്കും നമുക്ക് എഴുതാനായിട്ട് വരിക. അപ്പോൾ നിങ്ങൾ 100% പേരും ഷുവറാണ് ഇത് പഠിച്ചിട്ട് പോകും. 5 മാർക്കിലേക്ക് ഇതിന് തന്നെയാണ് വരിക. ഈ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഇപ്പോഴും പഠിച്ചിട്ടില്ല, ഒന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ളവർ ഈ ക്വസ്റ്റ്യൻസ് വേഗം ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും 75 ചോദ്യങ്ങൾ 5 മാർക്ക് വെച്ചിട്ടുള്ളത്. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.